അങ്ങനെ കലോത്സവം ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. 69ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കും. മന്ത്രിമാരടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലേക്ക് വരുന്നതാണ് ദൃശ്യങ്ങളിൽ. വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, ഒപ്പം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തുടങ്ങി നിരവധി പേർ അവിടെ സ്ഥലത്തുണ്ട്. അതിഗംഭീരമായ ചടങ്ങുകളോടെയാണ് ഇന്ന് 69ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ ആരംഭിക്കുന്നത്. തിരിതെളിയാൻ അല്പസമയം മാത്രം ബാക്കി. തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാ ആഘോഷങ്ങളോടെയും ചടങ്ങുകളോടെയുമാണ് ഈ പൂരത്തിനും കലോത്സവത്തിനും കൗമാര കലയുടെ പൂരത്തിനും കൊടിയേറുന്നത് എന്ന പ്രത്യേകതയും തൃശ്ശൂരിലുണ്ട്. വിവിധ വേദികളിൽ മാറ്റുവെക്കുന്നത് സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ വിദ്യാർത്ഥികളാണ്. പ്രഗത്ഭരായ സ്കൂളുകളിൽ നിന്നെത്തുന്ന കുട്ടികളാണ് അവരുടെ ഓരോ വിഭാഗത്തിലെയും മാറ്റുവെക്കാൻ എത്തുന്നത്. നിതിൻ തോമസ് വിവരങ്ങളുമായി നമ്മുടെ തൃശ്ശൂരിൽ നിന്നും ഒപ്പം ചേരുകയാണ്. നിതിൻ, ഉദ്ഘാടനത്തിന് ഇനി അല്പസമയം മാത്രം ബാക്കി. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും മൂർത്തി, കാണാൻ പൂരം പറഞ്ഞറിയിക്കേണ്ട യാതൊരുവിധമായിട്ടുള്ള ആവശ്യവുമില്ല. കാരണം അല്പസമയത്തിനുള്ളിൽ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങുകൾ പൂർത്തിയാകുന്നതിനോടൊപ്പം തന്നെ വിവിധ വേദികളിലായി 25 വേദികളാണ് ഒരുക്കിയിരിക്കുന്നത്. 25 വേദികളിലായി 249 ഇനങ്ങളാണ് അരങ്ങേറാൻ പോകുന്നത്. കൃത്യം 11 മണിയോടുകൂടി തന്നെ മറ്റ് വേദികളിൽ ഇനങ്ങൾ അരങ്ങേറും. ഭരതനാട്യം ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളാണ് ആദ്യം അരങ്ങേറുക. അപ്പോൾ കൃത്യം 11 മണിക്ക് തന്നെ മറ്റ് വേദികളിൽ കലാരൂപങ്ങൾ തുടങ്ങുന്നതായിരിക്കും. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 69ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമിടുകയാണ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തിനകം മന്ത്രിമാരോടും ഉന്നത ഉദ്യോഗസ്ഥരോടും ഒപ്പം ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരോടൊപ്പം അദ്ദേഹം വേദിയിലേക്ക് എത്തുകയാണ്. തൃശ്ശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ, ചെണ്ടമേളവും പുലികളിയും അടക്കമുള്ള ചടങ്ങുകളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇന്നലെ തന്നെ ഉറപ്പുവരുത്തി. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പുവരുത്തി ഇന്ന് ഉദ്ഘാടനം നടക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് വിവിധ വേദികളിലായി പൂക്കളുടെ പേരിട്ട് 25 വേദികളിലായി ചടങ്ങുകൾ, പരിപാടികൾ നടക്കുകയാണ്. ഇന്ന് ഈ ചടങ്ങ് നടക്കുന്നത് പ്രധാന വേദിയിലാണ്. പ്രധാന വേദി സൂര്യകാന്തി എന്ന വേദിയിലാണ് നടക്കുന്നത്. വിവിധ പുഷ്പങ്ങളുടെ പേരിലാണ് വേദികൾ ഇത്തവണ ഉള്ളത്. പലപ്പോഴും നമുക്കറിയാം, പ്രശസ്ത വ്യക്തികളുടെ പേരിൽ, കവികളുടെ പേരിൽ, അങ്ങനെ നിരവധി പേരുകൾ നൽകിയാണ് വേദികളെ വിളിക്കാറുള്ളത്. വേദി 1, 2 എന്ന കാര്യത്തിൽ നിന്നൊക്കെ വളരെ ദൂരം, ബഹുദൂരം മുന്നോട്ട് പോയി നമ്മൾ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തി വിവിധ പേരുകൾ ഇട്ടിട്ടുണ്ട് വേദികൾക്ക്. അങ്ങനെ പ്രധാന വേദി 1ാം വേദിയിലേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നു വരുന്നത്. അല്പസമയത്തിനകം ഉദ്ഘാടനം നടക്കും. 69ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമിടുകയാണ് തൃശ്ശൂർ.